ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മലയാളീസ് ടോക്സ്. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ BSc മലയാളത്തിലെ 4ാമത്തെ മൊഡ്യൂളിലെ അവസാനത്തെ ചാപ്റ്ററാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ഈ ചാപ്റ്ററോട് കൂടി നമ്മുടെ ചാപ്റ്റേഴ്സ് എല്ലാം അവസാനിച്ചു കേട്ടോ. ചാപ്റ്ററിൻ്റെ പേര് രണ്ട് കുഞ്ഞുങ്ങൾ. ഇതൊരു കവിതയാണ് കേട്ടോ. ആർ വേണുഗോപാലാണ് ഇത് എഴുതിയിരിക്കുന്നത്. ലളിതമായ ആഖ്യാന ഘടന കൊണ്ട് വളരെയധികം പ്രശസ്തി ആർജിച്ചിട്ടുള്ള കവിതകളാണ് ആർ വേണുഗോപാലിൻ്റെ കവിതകൾ. അദ്ദേഹത്തിൻ്റെ രണ്ടു കുഞ്ഞുങ്ങൾ എന്ന കവിത പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾക്കൊപ്പം തന്നെ വിദ്യാഭ്യാസം, അമാനവികമായി കൊണ്ടിരിക്കുന്ന മനുഷ്യബന്ധങ്ങൾ തുടങ്ങിയവയും സൂചിപ്പിക്കുന്നുണ്ട്. ഷൂസിനകത്ത് അകപ്പെട്ടുപോയ അണലിയുടെ കടിയേറ്റ് 1ാം ക്ലാസ്സുകാരനായ അപ്പു എന്ന കുഞ്ഞ് മരിച്ചു പോകുന്നതാണ് കവിതയുടെ മുഖ്യ പ്രമേയം. അപ്പുവിൻ്റെ ചവിട്ടേറ്റ് ഷൂസിനുള്ളിൽ മരിച്ചു പോകുന്ന അണലി കുഞ്ഞിനെയും ചേർത്താണ് രണ്ടു കുഞ്ഞുങ്ങൾ എന്ന് കവിതയ്ക്ക് ശീർഷകം നൽകിയിരിക്കുന്നത്. അതായത് ഒന്ന് അണലിക്കുഞ്ഞും ഒന്ന് മനുഷ്യക്കുഞ്ഞും. ഈ രണ്ട് കുഞ്ഞുങ്ങളുടെയും മരണം സംഭവിച്ചു. ഇവർ രണ്ടുപേരെയും ചേർത്താണ് രണ്ട് കുഞ്ഞുങ്ങൾ എന്ന ശീർഷകം കൊടുത്തിരിക്കുന്നത്. ഇതോടെ കവിത മറ്റൊരർത്ഥത്തിലേക്ക് വികസിക്കുകയാണ്. വിഷമുള്ള ഇഴജന്തു എന്നതിൽ നിന്ന് വായനക്കാരുടെ അനുകമ്പയ്ക്ക് പാത്രമാകുന്ന കുഞ്ഞായി അണലിക്കുഞ്ഞ് മാറുന്നു. പരിസ്ഥിതി വിനാശത്തിൻ്റെ ഇരയായി തൻ്റെ ആവാസ ലോകത്ത് നിന്നും പലായനം ചെയ്യേണ്ടി വന്ന നിസ്സഹായനും അനാഥനുമായ ഒരു ജീവിയാണ് അണലിക്കുഞ്ഞ്. വാസ്തവത്തിൽ രണ്ടു കുഞ്ഞുങ്ങളും അവരുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്കകത്തു നിന്ന് പുറന്തള്ളപ്പെടുന്നവരാണ്. അതായത് തൻ്റെ മാതാപിതാക്കളും മാളവും നഷ്ടപ്പെട്ട് നഗരത്തിലെ ഒരു ഷൂസിൽ അഭയം പ്രാപിക്കേണ്ടി വന്നവനാണ് അണലിക്കുഞ്ഞ്. ഇതുപോലെ തന്നെ ആ മനുഷ്യക്കുഞ്ഞിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവന് തീരെ ഇഷ്ടമില്ലാതെ വിദ്യാഭ്യാസം എന്ന ആ ഒരു യന്ത്രത്തിലേക്ക് നിർബന്ധപൂർവം പറഞ്ഞയക്കുകയാണ് അമ്മ അപ്പു എന്ന കുഞ്ഞിനെ. അപ്പോൾ ഇവർ രണ്ടുപേരും യഥാർത്ഥത്തിൽ ആവാസ വ്യവസ്ഥയിൽ നിന്നും പുറന്തള്ളപ്പെട്ടവരാണ്. ഈ കവിത ശ്രദ്ധിക്കൂ. ചെമ്മൺ കുന്നിനെ മണ്ണുമാന്തികൾ വാരിക്കീറി കോരിയെടുത്തു. 1000 കുഞ്ഞുങ്ങൾ ദൂരങ്ങൾ താണ്ടി ഇല്ലാത്ത കണ്ണുകൾ പൂട്ടിയുറങ്ങി. അതായത് വലിയൊരു ചെമ്മൺ കുന്ന്, ആ കുന്നിനെ മണ്ണുമാന്തി യന്ത്രങ്ങൾ JCB പോലുള്ളവ വാരി കീറി എടുത്തിരിക്കുകയാണ്. അപ്പം അതിൽ അകപ്പെട്ടു പോയിട്ടുള്ള ഒരുപാട് കുഞ്ഞുങ്ങൾ, അതായത് നാഗങ്ങൾ പോലെയുള്ള പാമ്പുകൾ പോലെയുള്ള കുഞ്ഞുങ്ങൾ, അവ കൊറെണ്ണം മരിച്ചു വീണു, കൊറെണ്ണം അവിടെ നിന്നും ഓടിപ്പോയി. അങ്ങനെയാണ് ഈ അണലിക്കുഞ്ഞ് ഷൂസിനകത്ത് കയറി പറ്റിയിരിക്കുന്നത്. അടുത്ത വരികളിൽ നോക്കൂ. ഇന്ന് രാവിലെ എന്നാണ് ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. അപ്പുവിന് ഇഷ്ടമല്ലെങ്കിലും മണി 6 വെറുപ്പാണെങ്കിലും അമ്മ പുതപ്പ് മാറ്റി. വിശപ്പില്ലെങ്കിലും ഇഡ്ഡലി തിന്നു. ദാഹമില്ലെങ്കിലും പാല് കുടിച്ചു. ഇരുന്നുറങ്ങി പിച്ചുകൊണ്ടുണർന്നു. അടികൊണ്ട് സോക്സ് ഇട്ടു. ഒറ്റ ഷൂസുമായി കുത്തിയിരുന്നു. മുറ്റത്ത് പടിയുടെ അടിയിൽ നിന്നും അമ്മ കണ്ടെത്തിയ മറ്റേതും കുത്തിത്തിരുകി. വേഷം കെട്ടി 1ാം ക്ലാസ്സിൻ്റെ പഞ്ചായത്ത് കൂടാൻ വരാന്തയിൽ വാനിനു കാത്തു നിന്നു. അമ്മയെ നോക്കി തേങ്ങലൊതുക്കി അപ്പു യാത്രയായി. ഇതിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത്? ഒരു കുട്ടിയുടെ സ്കൂളിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇവിടെ പറയുന്നത് അല്ലേ? ആ കുട്ടി, അതായത് അപ്പുവിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പുവിന് തീരെ ഇഷ്ടമല്ല പോകാനായിട്ട്. എങ്കിലും 6 മണിയായപ്പോൾ വെറുപ്പാണെങ്കിലും അമ്മ പുതപ്പൊക്കെ മാറ്റി. അതുപോലെ അവന് തീരെ വിശപ്പില്ലാതെയാണ് ഇഡ്ഡലി കഴിച്ചത്. ഒരു ദാഹവും ഇല്ലാതെ പാല് കുടിച്ചു. അങ്ങനെ ഇരുന്ന് ഉറങ്ങിയ അവനെ പിച്ചുകൊണ്ടാണ്, അതായത് അമ്മ പിച്ചിട്ടാണ് ഉണർത്തിയത്. അങ്ങനെ അടിയൊക്കെ കൊണ്ട് അവൻ സോക്സൊക്കെ ഇട്ട് ഒരു ഷൂസുമായിട്ട് ഇങ്ങനെ ഇരുന്നു. അങ്ങനെ മുറ്റത്തെ പടിയുടെ അടിയിൽ നിന്നാണ് അമ്മ മറ്റേ ഷൂസ് കണ്ടെത്തിയത്. അതിലായിരുന്നു യഥാർത്ഥത്തിൽ അണലിക്കുഞ്ഞ് കിടന്നിരുന്നത്. അപ്പം അങ്ങനെ അവൻ്റെ കാലിൽ അത് കുത്തിത്തിരികി ഇട്ടു. വേഷം കെട്ടി 1ാം ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്, അതായത് വാനിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ആ സമയത്ത് വീണ്ടും ഷൂസ് ഊരാൻ ആ കുട്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അമ്മ അടിച്ചിട്ട് അവനെ വീണ്ടും അതേപോലെ നിർത്തിച്ചു. അങ്ങനെ അമ്മയെ നോക്കി തേങ്ങലൊക്കെ ഒതുക്കിയിട്ട് അപ്പു യാത്രയാവുകയാണ്. അടുത്ത വരികൾ നോക്കൂ. ഇന്ന് സ്കൂൾ വഴിയിൽ വാനിനുള്ളിൽ ഞെങ്ങി ഞെരുങ്ങി അപ്പുവും കൂട്ടരും. ചില്ലിലൂടെ പായുന്ന ദൃശ്യങ്ങൾക്കുമേൽ മഴ പെയ്ത പോൽ അപ്പുവിൻ്റെ കണ്ണുനീർ. ഷൂസൂരാൻ മറ്റൊരു ശ്രമം. വാൻ ഡ്രൈവറുടെ ആക്രോശം. കൂട്ടുകാരുടെ കളിയാക്കിച്ചിരി. അപ്പു ഒറ്റയ്ക്കായി. പാട്ടു കേട്ടില്ല, താളമടിച്ചില്ല, പൊട്ടിച്ചിരിച്ചില്ല. അപ്പു ഒറ്റയ്ക്കായി. മാലാഖകളുടെ താരാട്ടു കേട്ട് കണ്ണടച്ച് 6 മണിക്ക് മുറിഞ്ഞ നിദ്രയെ വീണ്ടും പുണർന്നു. ഇവിടെ പറയുന്നത് അവൻ്റെ ഷൂസിനകത്ത് ഞെരിഞ്ഞമർന്ന അണലിക്കുഞ്ഞ് പ്രാണഭയത്താൽ അവനെ ദംശിക്കുകയാണ്. അവൻ അവിടെയും ഷൂസ് ഊരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്.
വാനിനകത്തും അവൻ ഒറ്റയ്ക്കാവുകയാണ്. വാൻ ഡ്രൈവറുടെ ആക്രോശങ്ങൾക്കും കൂട്ടുകാരുടെ കളിയാക്കി ചിരികൾക്കുമിടയിൽ അവന് ശബ്ദമില്ലാതാവുകയാണ്. വാസ്തവത്തിൽ ആ അണലിക്കുഞ്ഞും അവനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. സ്വാഭാവികമായ അന്തരീക്ഷത്തിൽ നിന്നാണ് രണ്ടുപേരും പുറത്താക്കപ്പെടുന്നത്. അങ്ങനെ അവൻ കണ്ണടച്ച് വീണ്ടും ഉറങ്ങാൻ തുടങ്ങി. അടുത്ത വരികൾ നോക്കൂ. വാനൊഴിഞ്ഞു, മുകളിൽ ഒരു ബാഗ് മാത്രം. ഉള്ളിൽ വാതിലിൽ തല ചായ്ച്ച് അപ്പു. കുലുക്കി വിളിക്കുന്ന ഡ്രൈവർ. അപ്പു ഉറങ്ങി ഇരുന്നു. വാതിൽ തുറന്നപ്പോൾ കയ്യിലേക്ക് ചായുന്ന അപ്പു കണ്ട ഏതോ സ്വപ്നത്തിൻ്റെ നിറം പോലെ. ചുണ്ടുകളിൽ നീല, നുര, പത. വാരിയെടുക്കുന്ന ഡ്രൈവർ അലറിക്കൊണ്ട് സ്കൂളിനുള്ളിലേക്ക്. അങ്ങനെ സ്കൂളെത്തി. വാനൊക്കെ ഒഴിഞ്ഞ് ബാഗ് മാത്രമേ ഉള്ളൂ, മുകളിൽ ഒരെണ്ണം. അങ്ങനെ നോക്കിയപ്പോൾ എന്താണ്, അപ്പു അവിടെ ഇരുന്നിങ്ങനെ ഉറങ്ങുകയാണ്. നോക്കിയപ്പോൾ ആ കുഞ്ഞിൻ്റെ ചുണ്ടുകളിൽ നീല നിറം, നുരയും പതയും വന്നിരിക്കുന്നു. വാരിയെടുക്കുന്നു ഡ്രൈവർ. അങ്ങനെ അലറിക്കൊണ്ട് സ്കൂളിനുള്ളിലേക്ക് പോയി. അടുത്ത വരികൾ. ഇന്ന് സ്കൂൾ വരാന്ത. അപ്പുവിന് ഇന്ന് അവധി, ഇനിയെന്നും. വരാന്തയിൽ ആൾക്കൂട്ടത്തിനിടയിൽ ഉറങ്ങുന്ന അപ്പു. അവൻ്റെ ഷൂസ് ഊരുന്ന സിസ്റ്റർ. ഷൂസിനുള്ളിൽ നിന്നും മറ്റൊരു കുഞ്ഞ് നിലത്ത് വീഴുന്നു. വേണമെന്നു പറഞ്ഞിട്ടല്ലെങ്കിലും ജലിച്ചു വീഴുമ്പോൾ തന്നെ വിഷം പൈതൃകമായി കിട്ടിയ കുഞ്ഞണലി. അവനും ഇനിയെന്നും അവധി. രണ്ടു കുഞ്ഞുങ്ങൾക്കും മേൽ വെൺമുയൽ കുഞ്ഞുങ്ങളുടെ കൂട്ടങ്ങൾ പോലെ മേലെ മേഘങ്ങൾ. ഒന്നു നിന്നു, പിന്നെ തെന്നി നീങ്ങി. അടുത്തായിട്ട് പറയുന്നത് ഒരു ചലച്ചിത്രത്തിലെ ദൃശ്യങ്ങൾ പോലെയാണ് ഈ കവിതയുടെ ഘടന കൊടുത്തിരിക്കുന്നത്. വരാന്തയിലെ ആൾക്കൂട്ടത്തിനിടയിൽ ഉറങ്ങുന്ന അപ്പു. അവൻ്റെ ഷൂസ് ഊരുന്ന സിസ്റ്റർ. ഷൂസിനുള്ളിൽ നിന്ന് മറ്റൊരു കുഞ്ഞ് നിലത്തേക്ക് വീഴാണ്. ശരിക്കും ഒരു തിരക്കഥ പോലെയാണ് ദൃശ്യങ്ങളെ വിന്യസിപ്പിച്ചിരിക്കുന്നത്. വായനക്കാരുടെ മനസ്സിലേൽക്കുന്ന ആഘാതം തീവ്രമാക്കാൻ ഈ ഘടന യഥാർത്ഥത്തിൽ സഹായിക്കുന്നു. പാമ്പുകടിയേൽക്കുന്ന കുഞ്ഞിനോട് സഹതാപം തോന്നുമ്പോൾ അവനെ ദംശിച്ച പാമ്പിൻ കുഞ്ഞിനോടും നമുക്ക് പക തോന്നണം. എന്നാൽ വിഷം പൈതൃകമായി കിട്ടിയതുകൊണ്ട് മാത്രം മനുഷ്യക്കുഞ്ഞിൻ്റെ മരണത്തിന് കാരണക്കാരായ അണലിക്കുഞ്ഞിനോട് നമുക്ക് പകയില്ല, അനുതാപമാണ് തോന്നുക. കാരണം അവനും നിസ്സഹായനായ ഒരു ഇര മാത്രമാണ്. പരിഷ്കൃത ലോകം അനാഥരാക്കിയ കുഞ്ഞുങ്ങളുടെ കവിതയാണ് രണ്ടു കുഞ്ഞുങ്ങൾ. ഓക്കെ ഡിയേഴ്സ്, ഇതോടുകൂടി നമ്മുടെ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെയൊക്കെ നോട്ട്സ് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിലുണ്ട്. ഇനി ആർക്കെങ്കിലും കിട്ടാത്തുണ്ടെങ്കിൽ ഞാൻ അത് ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യാം. വേണമെങ്കിൽ നോക്കിയാൽ മതി. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.